വെൽക്കം ടു സുനൂസ് ബയോസ് വീഡിയോ. 2022 പ്ലസ് വൺ സുവോളജി മോഡൽ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ് ആണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. എല്ലാവരും ഈ വീഡിയോ മുഴുവനായി കാണുകയും ക്വസ്റ്റ്യൻ ആൻസേഴ്സ് പഠിക്കുകയും ചെയ്യുക. അതുപോലെ സുനൂസ് ബയോസ് വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെല്ലാവരും തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ആനുവൽ എക്സാമിന് നല്ല മാർക്ക് നേടാൻ 100% മാർക്ക് നേടാൻ ഈ വീഡിയോ സഹായിക്കുന്നതാണ്. പുതിയ മോഡൽ ചോദ്യങ്ങളുമായി പരിചയപ്പെടുക. ബയോളജി ക്വസ്റ്റ്യൻ പേപ്പറിൽ 2 പാർട്ടുകളാണുള്ളത്. പാർട്ട് എ ബോട്ടണി ആൻഡ് പാർട്ട് ബി സുവോളജി. രണ്ടും കൂടി മാക്സിമം സ്കോർ 60 സ്കോർസാണ്. ടൈം 2 hours ആണ്. കൂൾ ഓഫ് ടൈം 15 minutes ആണ്. അതിൽ പാർട്ട് ബി സുവോളജി മാക്സിമം 30 സ്കോർസിലാണുള്ളത്. സമയം 1 മണിക്കൂറാണ്. ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നിരിക്കുന്ന ജനറൽ ഇൻസ്ട്രക്ഷൻസ് ടു കാൻഡിഡേറ്റ്സ് വളരെ ഡീറ്റെയിൽ ആയി വായിച്ച് മനസ്സിലാക്കുക. ദർ ഇസ് എ കൂൾ ഓഫ് ടൈം ഓഫ് 15 minutes ഇൻ അഡീഷൻ ടു ദ റൈറ്റിംഗ് ടൈം. ഫർദർ ദർ ഇസ് എ 10 minutes പ്രിപ്പറേറ്ററി ടൈം അറ്റ് ദ എൻഡ് ഓഫ് ദ ബോട്ടണി എക്സാമിനേഷൻ ആൻഡ് ബിഫോർ ദ കമൻസ്മെൻറ്റ് ഓഫ് സുവോളജി എക്സാമിനേഷൻ. നിർദ്ദിഷ്ട സമയത്തിന് പുറമെ 15 minute കൂൾ ഓഫ് ടൈം ഉണ്ടായിരിക്കും. കൂടാതെ ബോട്ടണി പരീക്ഷയ്ക്ക് ശേഷം സുവോളജി പരീക്ഷ തുടങ്ങുന്നതിന് മുമ്പ് 10 minute തയ്യാറെടുപ്പുകൾ നടത്തുന്നതിനായി നൽകുന്നതാണ്. Use the cool of time to get familiar with the questions and to plan your answers. Read questions carefully before answering. ഉത്തരങ്ങൾ എഴുതുന്നതിന് മുമ്പ് ചോദ്യങ്ങൾ ശ്രദ്ധാപൂർവം വായിക്കണം. എല്ലാ വിഭാഗത്തിലും നിർദ്ദേശിക്കപ്പെട്ട എണ്ണം ചോദ്യങ്ങൾക്ക് മാത്രമേ ഉത്തരം എഴുതേണ്ടതുള്ളൂ. ചോദ്യങ്ങൾ മലയാളത്തിലും നൽകിയിട്ടുണ്ട്. സുവോളജി ക്വസ്റ്റ്യൻസിൻ്റെ എണ്ണവും മാർക്കും നോക്കാം. ഫസ്റ്റ് പാർട്ട്. ആൻസർ എനി 3 questions from 1 to 4 each carries 1 score. 4 എണ്ണത്തിൽ 3 എണ്ണം എഴുതുക. 3 into 1 3 scores. രണ്ടാമത്തേത് ആൻസർ എനി 9 questions from 5 to 17 each carries 2 scores. 13 എണ്ണത്തിൽ 9 എണ്ണം എഴുതുക. 2 സ്കോർ വീതം. 9 into 2 18 scores. മൂന്നാമത്തേത് ആൻസർ എനി 3 questions from 18 to 22. 5 എണ്ണത്തിൽ 3 എണ്ണം എഴുതുക. ഓരോന്നും 3 സ്കോർ വീതം. 3 into 3 9 scores. ടോട്ടൽ 30 scores. ആദ്യം ഫസ്റ്റ് സെഷനിലേക്ക് പോകാം. ആൻസർ എനി 3 questions from 1 to 4 ഈച്ച് ക്യാരീസ് 1 score. 3 into 1 3 score. Question number 1. In man, the first part of small intestine is C-shaped and is called dash. മനുഷ്യൻ്റെ ചെറുകുടലിൻ്റെ ആദ്യ ഭാഗം സി പോലെ ആകൃതിയുള്ളതാണ്. ഇതിനെ ഡാഷ് എന്ന് വിളിക്കുന്നു. ആൻസർ ഈസ് ഡിയോഡിനം. സെക്കൻഡ് ക്വസ്റ്റ്യൻ. ഹൈപ്പർസെക്രീഷൻ ഓഫ് GH ജൈജാൻറ്റിസം. ഹൈപ്പോസെക്രീഷൻ ഓഫ് GH ഡാഷ്. GHൻ്റെ അളവ് കൂടുന്നു. ഭീമാകാരത്വം. GHൻ്റെ അളവ് കുറയുന്നു. ഡാഷ്. ആൻസർ ഈസ് ഡ്വാർഫിസം. വാമനത്വം. തേർഡ് ക്വസ്റ്റ്യൻ. ഇൻ എ പോളിസാക്കറൈഡ് ദ ഇൻഡിവിജ്വൽ മോണോസാക്കറൈഡ് ആർ ലിങ്ക്ഡ് ബൈ ഡാഷ്. Options are peptide bond, disulfide bonds, glycosidic bonds, diester bonds. ഒരു പോളിസാക്കറൈഡിലുള്ള മോണോസാക്കറൈഡുകൾ തമ്മിൽ ബന്ധിപ്പിച്ചിരിക്കുന്ന രാസബന്ധനമാണ് ഡാഷ്. പെപ്റ്റൈഡ് ബന്ധനം, ഡൈസൾഫൈഡ് ബന്ധനം, ഗ്ലൈക്കോസിഡിക് ബന്ധനം, ഡൈഎസ്റ്റർ ബന്ധനം. ആൻസർ ഈസ് ഗ്ലൈക്കോസിഡിക് ബോണ്ട്സ്. ഗ്ലൈക്കോസിഡിക് ബന്ധനം. Question number 4. Carbon dioxide is carried by hemoglobin as dash. കാർബൺ ഡയോക്സൈഡിനെ ഹീമോഗ്ലോബിൻ ഡാഷ് ആയി വഹിച്ചുകൊണ്ട് പോകുന്നു. ആൻസർ ഈസ് കാർബമിനോ ഹീമോഗ്ലോബിൻ. സെക്കൻഡ് പാർട്ട് ഓഫ് ദ ക്വസ്റ്റ്യൻസ്. ആൻസർ എനി 9 questions from 5 to 17 ഈച്ച് ക്യാരീസ് 2 scores. 5 മുതൽ 17 വരെ ചോദ്യങ്ങളിൽ ഏതെങ്കിലും 9 എണ്ണത്തിന് ഉത്തരമെഴുതുക. 2 സ്കോർ വീതം. 9 into 2 18 scores. ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ. എ. ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ ഹെട്രോഡോണ്ട് ഡെൻറ്റിഷൻ ആൻഡ് തീക്കോഡോണ്ട് ഡെൻറ്റിഷൻ. ഹെട്രോഡോണ്ട് ദന്തങ്ങളും കോഡര ദന്തങ്ങളും അല്ലെങ്കിൽ തീക്കോഡോണ്ട് ദന്തങ്ങളും തമ്മിൽ എങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു. ബി. റൈറ്റ് ഡൗൺ ഡെൻ്റൽ ഫോർമുല ഓഫ് മാൻ. മനുഷ്യൻ്റെ ദന്തസൂത്രം അല്ലെങ്കിൽ ഡെൻ്റൽ ഫോർമുല എഴുതുക. ആദ്യം ആൻസർ ഫോർ എ നോക്കാം. തീക്കോഡോണ്ട് ഡെൻറ്റിഷൻ. ടൂത്ത് ഈസ് എംബഡഡ് ഇൻ ദ സോക്കറ്റ് ഓഫ് ജോ ബോൺ. ഇൻ ഹെട്രോഡോണ്ട് ഡെൻറ്റിഷൻ 4 different sets of teeth are present.
Answer for B. Dental formula of man is 2123 by 2123. Question number 6. Observe the figure. A. Name the parts labeled as A, B, C and D. ചിത്രം നിരീക്ഷിക്കുക. എ, ബി, സി, ഡി എന്നിങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്ന ഭാഗങ്ങളുടെ പേരെഴുതുക. ആൻസർ: ലേബൽഡ് പാർട്ട് എ നെർവ് കോഡ്, ബി നോട്ടോകോഡ്, സി ഗിൽ സ്ലിറ്റ്സ്, ഡി പോസ്റ്റ് ഏനൽ ടെയിൽ. Question number 7. Complete the flow chart. Nervous system divided into two. A. Peripheral nervous system. A is divided into two, brain and spinal cord. Brain is divided into three parts, forebrain, C, hindbrain. Peripheral nervous system is divided into two, somatic neural system and B. And B is divided into two parts, sympathetic nervous system and D. ഈ ഫ്ലോ ചാർട്ടിൽ എ, ബി, സി, ഡി എന്നിവ എഴുതുക. ഇനി ആൻസർ നോക്കാം. നെർവസ് സിസ്റ്റം ഈസ് ഡിവൈഡഡ് ഇൻറ്റു ടു പാർട്സ്. ഫസ്റ്റ് പാർട്ട് ഈസ് എ, സെൻട്രൽ നെർവസ് സിസ്റ്റം. എ ഈസ് സെൻട്രൽ നെർവസ് സിസ്റ്റം. Then peripheral nervous system is divided into two parts. One is somatic neural system and B is autonomous neural system. Brain is divided into forebrain, C and hindbrain. Here C is midbrain. So C is midbrain. In the same way, autonomous neural system is divided into two, sympathetic nervous system and D. D is parasympathetic neural system. Question number 8. Vasopressin is also called antidiuretic hormone. Justify. വാസോപ്രസിൻ എന്ന ഹോർമോൺ ആൻറ്റിഡയൂററ്റിക് ഹോർമോൺ എന്നും അറിയപ്പെടുന്നു. സമർത്ഥിക്കുക. ആൻസർ 8. വാസോപ്രസിൻ ആക്ട്സ് ഓൺ റീനൽ ട്യൂബ്യൂൾസ് ഓർ കിഡ്നി ടു സ്റ്റിമുലേറ്റ് reabsorption of water and electrolytes, thus reduces loss of water through urine, and that process is called diuresis. Hence, it is also called antidiuretic hormone or ADH. Or we can say antidiuretic hormone prevents loss of water through urine. Antidiuretic hormone prevents diuresis. Question number 9. Observe the figure A, B, C. A. Identify the tissues A, B and C. B. Name the tissue in which intercalated disc is present. ചിത്രം നിരീക്ഷിക്കുക. എ, ബി, സി എന്നിങ്ങനെ അടയാളപ്പെടുത്തിയിരിക്കുന്ന കലകൾ തിരിച്ചറിഞ്ഞ് എഴുതുക. ബി. വിനിമയ സന്ധികൾ ഇൻ്റർകലേറ്റഡ് ഡിസ്ക് കാണപ്പെടുന്ന കലയുടെ പേരെഴുതുക. ആൻസർ ഫോർ 9. A. Identify the tissues A, B, C. A is striated muscle or striped muscle or voluntary muscle. B is unstriated muscle, unstriped muscle or smooth muscle or involuntary muscle. And C is cardiac muscle. Answer for B is name the tissue in which intercalated disc is present. Answer is cardiac muscle. Question number 10. Taxonomic aids and their explanations given in two columns. Match them correctly. First column, taxonomic aids are key, museum, zoological park, monograph. Explanation: have collection of preserved plant and animal specimens for study and reference. Contain information on any one taxon. Third one, taxonomic aid used for identification of plants and animals based on the similarities and dissimilarities. The places where wild animals are kept in protected environments under human care. Contains the actual account of habitat and distribution of plants of a given area. ആദ്യത്തെ കോളത്തിൽ തന്നിരിക്കുന്ന ടാക്സോണമിക് എയ്ഡ്സ് അതേപടി എഴുതുകയും എക്സ്പ്ലനേഷൻ കറക്റ്റായത് മാച്ച് ചെയ്ത് എഴുതുകയും ചെയ്യുക. 10ാമത്തെ ചോദ്യം മലയാളത്തിൽ നോക്കാം. വർഗീകരണ ഉപാധികളും അവയുടെ വിശദീകരണങ്ങളും 2 കോളങ്ങളിൽ നൽകിയിരിക്കുന്നു. അവയെ ശരിയായ രീതിയിൽ ചേരുംപടി ചേർക്കുക. ടാക്സോണമിക് ഉപാധികൾ: വർഗീകരണ വഴികാട്ടി അല്ലെങ്കിൽ കീ, കാഴ്ച ബംഗ്ലാവ് മ്യൂസിയം, മൃഗശാല സുവോളജിക്കൽ പാർക്ക്
ഏകവിഷയ പ്രബന്ധങ്ങൾ മോണോഗ്രാഫ്. വിശദീകരണങ്ങൾ നോക്കാം. പഠനത്തിനും വിശദീകരണത്തിനും വേണ്ടിയുള്ള സസ്യങ്ങളുടെയും ജന്തുക്കളുടെയും ശേഖരണം. രണ്ടാമത്തേത് ഒരു ടാക്സോണിനെ കുറിച്ചുള്ള പൂർണ്ണ വിവരങ്ങൾ ഉൾക്കൊള്ളുന്ന വർഗീകരണ ഉപാധി. മൂന്നാമത്തേത് സമാനതകളും വൈരുദ്ധ്യങ്ങളും അടിസ്ഥാനമാക്കി സസ്യങ്ങളെയും ജന്തുക്കളെയും തിരിച്ചറിയാൻ ഉപയോഗിക്കുന്ന വർഗീകരണ ഉപാധി. നാലാമത്തേത് മനുഷ്യ പരിചരണത്തിനു കീഴിൽ സംരക്ഷിതമായ പരിസ്ഥിതികളിൽ വന്യജീവികളെ സൂക്ഷിച്ചിരിക്കുന്ന പ്രദേശങ്ങൾ. അഞ്ചാമത്തേത് ഒരു പ്രദേശത്തെ സസ്യങ്ങളുടെ വ്യാപന വിവരവും ആവാസ വ്യവസ്ഥയും സംബന്ധിച്ച യഥാർത്ഥ വിവരണം. ആൻസർ നോക്കാം. ടാക്സോണമിക് എയ്ഡ് കീ അത് മാച്ച് ചെയ്യുന്നത് മൂന്നാമത്തെ കോളമാണ്. ടാക്സോണമിക് എയ്ഡ് യൂസ്ഡ് ഫോർ ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ് ബേസ്ഡ് ഓൺ ദി സിമിലാരിറ്റീസ് ആൻഡ് ഡിസിമിലാരിറ്റീസ്. രണ്ടാമത്തെ ടാക്സോണമിക് എയ്ഡ് മ്യൂസിയം മാച്ച് ചെയ്യുന്നത് ആദ്യത്തെ എക്സ്പ്ലനേഷനാണ്. ഹാവ് കളക്ഷൻ ഓഫ് പ്രിസർവ്ഡ് പ്ലാന്റ് ആൻഡ് ആനിമൽ സ്പെസിമെൻസ് ഫോർ സ്റ്റഡി ആൻഡ് റെഫറൻസ്. മൂന്നാമത്തെ ടാക്സോണമിക് എയ്ഡാണ് സുവോളജിക്കൽ പാർക്ക്. അത് മാച്ച് ചെയ്യുന്നത് ദ പ്ലേസസ് വെയർ വൈൽഡ് ആനിമൽസ് ആർ കെപ്റ്റ് ഇൻ പ്രൊട്ടക്റ്റഡ് എൻവയൺമെൻറ്റ്സ് അണ്ടർ ഹ്യൂമൻ കെയർ എന്നുള്ളതാണ്. നാലാമത്തെ ടാക്സോണമിക് എയ്ഡാണ് മോണോഗ്രാഫ്. അത് മാച്ച് ചെയ്യുന്ന എക്സ്പ്ലനേഷൻ കണ്ടെയ്ൻ ഇൻഫർമേഷൻ ഓൺ എനി വൺ ടാക്സോൺ എന്നതാണ്. അപ്പോൾ ഇതുപോലെ മാച്ച് ചെയ്ത് എഴുതുക. ക്വസ്റ്റ്യൻ നമ്പർ 11. ഒബ്സർവ് ദ ഫിഗർ. എ. ഐഡൻറ്റിഫൈ ദ ഡയഗ്രമാറ്റിക് റെപ്രസെൻറ്റേഷൻ. ബി. വാട്ട് ഡസ് ദ QRS കോംപ്ലക്സ് ഇൻഡിക്കേറ്റ്സ്. ചിത്രം നിരീക്ഷിക്കുക. എ. തന്നിരിക്കുന്ന രേഖാചിത്രം തിരിച്ചറിഞ്ഞെഴുതുക. ബി. QRS കോംപ്ലക്സ് എന്തിനെ സൂചിപ്പിക്കുന്നു? ആൻസർ എ. ഇലക്ട്രോകാർഡിയോഗ്രാം. ബി. ഡീപോളറൈസേഷൻ ഓഫ് വെൻട്രിക്കിൾസ് ഓർ വെൻട്രിക്കുലർ സിസ്റ്റോൾ ഓർ കൺട്രാക്ഷൻ ഓഫ് വെൻട്രിക്കിൾസ്. QRS complex indicates depolarization of ventricles or ventricular systole or contraction of ventricles. Question number 12. Fill in the blanks using appropriate words given below. Omatidum, respiration, gizzard, excretory organ എന്നിവയാണ് തന്നിരിക്കുന്ന വേർഡ്സ്. ഫസ്റ്റ് കോളത്തിൽ എ മൊസൈക് വിഷൻ, സ്പൈറക്കിൾ ബി, മാൽപീജിയൻ ട്യൂബ്യൂൾസ് സി, ഡി ഗ്രൈൻഡിങ് ഫുഡ് പാർട്ടിക്കിൾസ്. ഇത് വിട്ടുപോയ ഭാഗം എ ബി സി ഡി എന്നിവ പൂരിപ്പിക്കുക. ആൻസർ എ ഈസ് ഒമാറ്റിഡിയം. ഒമാറ്റിഡിയം gives mosaic vision. B is respiration. Spiracle is used for respiration. C is excretory organ. Malpighian tubules are excretory organ in cockroach. D is gizzard. Gizzard is used for grinding food particles. ആൻസേഴ്സ് ഒന്നുകൂടി നോക്കാം. എ ഒമാറ്റിഡിയം, ബി റെസ്പിറേഷൻ, സി എക്സ്ക്രീറ്ററി ഓർഗൻ, ഡി ഗിസാർഡ്. ക്വസ്റ്റ്യൻ നമ്പർ 13. ഒബ്സർവ് ദ ഫിഗർ. ചിത്രം നിരീക്ഷിക്കുക. എ ഐഡൻറ്റിഫൈ എ ബി ആൻഡ് സി. എ ബി സി എന്നിങ്ങനെ രേഖപ്പെടുത്തിയിട്ടുള്ള ഭാഗങ്ങൾ തിരിച്ചറിഞ്ഞെഴുതുക. ബി റൈറ്റ് ദ ഫങ്ഷൻ ഓഫ് ഓർഗൻ ഓഫ് കോട്ടി. കോട്ടിയുടെ അവയവത്തിൻ്റെ, അതായത് ഓർഗൻ ഓഫ് കോട്ടിയുടെ ധർമ്മം എഴുതുക. ആൻസർ ഫോർ 13. എ പാർട്സ് ലേബിൾഡ് എ ബി സി ആർ. എ ഈസ് സ്കാല വെസ്റ്റിബ്യൂളി, ബി ഈസ് ടെക്ടോറിയൽ മെംബ്രെയിൻ, സി ഈസ് സ്കാല മീഡിയ. ആൻസർ ഫോർ ബി ക്വസ്റ്റ്യൻ. ഫങ്ഷൻ ഓഫ് ഓർഗൻ ഓഫ് കോട്ടി. Organ of Corti contains hair cells that act as auditory receptors, or organ of Corti is the hearing apparatus. Question number 14. List out the following as oviparous and viviparous. താഴെ തന്നിരിക്കുന്നവയിൽ നിന്നും മുട്ടയിടുന്നവയെയും പ്രസവിക്കുന്നവയെയും പട്ടികപ്പെടുത്തുക. കോർവസ്, ടെസ്റ്റുഡോ, കാനിസ്, ഫെലിസ്. ആൻസർ ഓവിപാരസ് അല്ലെങ്കിൽ മുട്ടയിടുന്നവ കോർവസ്, ടെസ്റ്റുഡോ എന്നിവയാണ്. വിവിപാരസ് കാനിസ്, ഫെലിസ് എന്നിവയാണ്. ക്വസ്റ്റ്യൻ നമ്പർ 15. കമ്പയർ ദ ഫോളോയിങ്. താഴെ പറയുന്നവയെ താരതമ്യം ചെയ്യുക. എ ആഡിപ്പോസ് ടിഷ്യൂ ആൻഡ് ഏരിയോളാർ ടിഷ്യൂ. ബി ടെൻഡൻസ് ആൻഡ് ലിഗമെൻറ്റ്സ്. എ കൊഴുപ്പ് കലകളും ഏരിയോളാർ കലകളും. ബി
ടെൻഡനുകളും സ്നായുക്കളും അല്ലെങ്കിൽ ലിഗമെൻറ്റുകളും? ആൻസർ ആദ്യം ഏരിയോള ടിഷ്യൂ നോക്കാം. ഏരിയോള ടിഷ്യൂ സെർവ്സ് ആസ് സപ്പോർട്ടിംഗ് ഫ്രെയിം വർക്ക് ഫോർ എപ്പിത്തീലിയം. Adipose tissue. The cells of this tissue are specialized to store fat. കൊഴുപ്പ് കലകൾ കൊഴുപ്പിനെ സംഭരിക്കുന്നു. ബി. ടെൻഡൻ അറ്റാച്ചസ് മസിൽ ടു ബോൺ. സ്കെലിറ്റൽ മസിലിനെ ബോണുമായി കണക്ട് ചെയ്യുന്നത് ടെൻഡനാണ്. ലിഗമെൻറ്റ് അറ്റാച്ചസ് ബോൺ ടു ബോൺ. ഒരു അസ്ഥി മറ്റൊരു അസ്ഥിയുമായി കൂടിച്ചേരുന്നത് ലിഗമെൻറ്റ് അല്ലെങ്കിൽ സ്നായുക്കൾ വഴിയാണ്. ക്വസ്റ്റ്യൻ നമ്പർ 16. വിത്ത് ദ ഹെൽപ്പ് ഓഫ് എൻ എക്സാമ്പിൾ എക്സ്പ്ലെയിൻ മെറ്റാജനസിസ്. ഒരു ഉദാഹരണത്തിൻ്റെ സഹായത്തോടെ മെറ്റാജനസിസ് എന്ന പ്രക്രിയ വിശദീകരിക്കുക. ഫൈലം സീലൻഡ്രേറ്റ ഓർ നിഡേറിയൻസ് എക്സിബിറ്റ് ടു ബേസിക് ബോഡി ഫോംസ്, എ സെക്ഷൽ പോളിപ്പ് ആൻഡ് സെക്ഷൽ മെഡ്യൂസ, which alternate with each other. This process is called metagenesis or alternation of generation. Example, Obelia. Question number 17. Oxygen dissociation curve is given below. ഓക്സിജൻ്റെ വിശ്ലേഷണ വക്രത്തിൻ്റെ ചിത്രം തന്നിരിക്കുന്നു. Look at the graph. X-axis is marked as partial pressure of oxygen in millimeter of mercury, and in Y-axis percentage saturation of hemoglobin with oxygen. Question A. Identify the body parts in which oxyhemoglobin formation and oxyhemoglobin dissociation occurs. ഏത് ശരീരഭാഗങ്ങളിൽ വെച്ചാണ് ഓക്സിഹീമോഗ്ലോബിൻ രൂപപ്പെടുന്നതും ഓക്സിഹീമോഗ്ലോബിനിൻ്റെ വിശേഷണം നടക്കുന്നതെന്നും തിരിച്ചറിഞ്ഞ് എഴുതുക. ബി. മെൻഷൻ എനി 2 factors which are favorable for the dissociation of O2 ഫ്രം ഓക്സിഹീമോഗ്ലോബിൻ. ഓക്സിഹീമോഗ്ലോബിനിൽ നിന്നും ഓക്സിജനെ സ്വതന്ത്രമാക്കാൻ സഹായിക്കുന്ന ഏതെങ്കിലും 2 ഘടകങ്ങൾ നിർദ്ദേശിക്കുക. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, എ ക്വസ്റ്റ്യൻ നോക്കാം. ഐഡൻറ്റിഫൈ ദ ബോഡി പാർട്സ് ഇൻ വിച്ച് ഓക്സിഹീമോഗ്ലോബിൻ ഫോർമേഷൻ ആൻഡ് ഓക്സിഹീമോഗ്ലോബിൻ ഡിസോസിയേഷൻ ഒക്കേഴ്സ്. ഓക്സിഹീമോഗ്ലോബിൻ ഫോർമേഷൻ ടേക്സ് പ്ലേസ് ഇൻ ദ ആൽവിയോളൈ ഓർ ലങ്സ്. ഓക്സിഹീമോഗ്ലോബിൻ ഡിസോസിയേഷൻ ഒക്കേഴ്സ് ഇൻ ടിഷ്യൂസ്. അടുത്തത് ബിയിലേക്ക് പോകാം. എനി 2 factors which are favorable for the dissociation of oxygen from oxyhemoglobin. First factor, low partial pressure of oxygen. Second one, high partial pressure of carbon dioxide. Third one, high concentration of H+ ions. Fourth one, high temperature. ഇതിലേതെങ്കിലും 2 ഫാക്ടേഴ്സ് എഴുതുക. അടുത്തത് സെക്ഷൻ 3 ആണ്. Answer any 3 questions from 18 to 22. Each carries 3 scores. 18 മുതൽ 22 വരെ ചോദ്യങ്ങളിൽ ഏതെങ്കിലും 3 എണ്ണത്തിന് ഉത്തരം എഴുതുക. 3 സ്കോർ വീതം. 18th question. Observe the diagram. ചിത്രം നിരീക്ഷിക്കുക. A. Identify the diagram. ചിത്രം തിരിച്ചറിഞ്ഞ് എഴുതുക. B. Label the parts marked as A and B. എ ബി എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്ന ഭാഗങ്ങൾ അടയാളപ്പെടുത്തുക. സി. വാട്ട് ഈസ് ഗ്ലോമറുലസ്. ഗ്ലോമറുലസ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്ത്? ഇതിൽ ഓരോ ക്വസ്റ്റ്യൻ്റെ ആൻസറായിട്ട് നോക്കാം. എ. ഐഡൻറ്റിഫൈ ദ ഡയഗ്രാം. ദ ഡയഗ്രാം ഗിവൺ ഈസ് മാൽപീജിയൻ ബോഡി ഓർ റീനൽ കോർപ്പസൽ. ബി. ലേബൽ ദ പാർട്സ് മാർക്ക്ഡ് ആസ് എ ആൻഡ് ബി. എ ഈസ് അഫറൻറ്റ് ആർട്ടീരിയോൾ. ബി ഈസ് ബൗമാൻസ് ക്യാപ്സ്യൂൾ. Question number C. What is glomerulus? Glomerulus is the tuft of capillaries formed by the afferent arteriole inside the Bowman's capsule. Question number 19. A. Name 3 major categories of joints. പ്രധാനപ്പെട്ട 3 വ്യത്യസ്ത വിഭാഗത്തിലുള്ള സന്ധികളുടെ പേരെഴുതുക. B. What do you mean by a joint? സന്ധി എന്നതുകൊണ്ട് നിങ്ങൾ എന്താണ് മനസ്സിലാക്കുന്നത്? സി. ഗിവ് എൻ എക്സാമ്പിൾ ഫോർ ബോൾ ആൻഡ് സോക്കറ്റ് ജോയിൻറ്റ്. ഗോളര സന്ധിക്ക് അഥവാ ബോൾ ആൻഡ് സോക്കറ്റ് ജോയിൻറ്റിന് ഒരു ഉദാഹരണം എഴുതുക. ആൻസർ ഫോർ എ. 3 മേജർ കാറ്റഗറീസ് ഓഫ് ജോയിൻറ്റ്സ് ആർ ഫൈബ്രസ് ജോയിൻറ്റ്, കാർട്ടിലാജിനസ് ജോയിൻറ്റ് ആൻഡ് സൈനോവിയൽ ജോയിൻറ്റ്. ആൻസർ ഫോർ ബി. വാട്ട് ഡു യു മീൻ ബൈ എ ജോയിൻറ്റ്? Joints are points of contact between bones or between bones and cartilage. Answer for C. Give an example for ball and socket joint. Joint between
humerus and pectoral girdle or shoulder joint. Second one is joint between femur and pelvic girdle or hip joint. ഇതിലേതെങ്കിലും ഒരു എക്സാമ്പിൾ എഴുതിയാൽ മതി. Question number 20. Observe the diagrams A and B. A, B എന്നീ ചിത്രങ്ങൾ നിരീക്ഷിക്കുക. Question A. Name the symmetry exhibits by animals given in A and B. A, B എന്നീ ചിത്രങ്ങളിലെ ജന്തുക്കളുടെ സമമിതികൾ എഴുതുക. B. Differentiate the symmetry of A with the symmetry of B. എയുടെയും ബിയുടെയും സമമിതികൾ തമ്മിൽ വ്യത്യാസപ്പെടുത്തുക. സി. റൈറ്റ് എൻ എക്സാമ്പിൾ ഫോർ ആനിമൽ ഷോയിങ് അസിമെട്രി. അസമമിതി കാണിക്കുന്ന ജീവികൾക്ക് ഒരു ഉദാഹരണം എഴുതുക. Answer for A. The symmetry exhibits by animal A is radial symmetry and B is bilateral symmetry. Now let us see the answer for B. Differentiate the symmetry of A with the symmetry of B. Radial symmetry means body of animal can be cut into two identical halves by cutting through any plane passing through the central axis. Question number C. Write an example for animal showing asymmetry. You can write phylum Porifera or sponges, or we can write any one of the sponge, or write name of any one sponge. Question number 21. A. Mention any 3 types of cofactors associated with enzyme. B. Name the coenzyme present in vitamin niacin. C. What happens when cofactor is removed from an enzyme? ഒന്നുകൂടി മലയാളത്തിൽ വായിക്കാം. എ. രാസാഗ്നികളുമായി ബന്ധപ്പെട്ട 3 തരത്തിലുള്ള സഹഘടകങ്ങളുടെ പേരെഴുതുക. ബി. നിയാസിൻ എന്ന ജീവകത്തിൽ കാണപ്പെടുന്ന സഹരാസാഗ്നിയുടെ കോഎൻസൈമിൻ്റെ പേരെഴുതുക. സി. ഒരു രാസാഗ്നിയിൽ നിന്നും സഹഘടകങ്ങൾ നീക്കം ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? സോ 21ാമത്തെ ചോദ്യത്തിലെ എ പാർട്ട് നോക്കാം. എനി 3 ടൈപ്സ് ഓഫ് കോഫാക്ടേഴ്സ് അസോസിയേറ്റഡ് വിത്ത് എൻസൈം. ദേ ആർ പ്രോസ്തെറ്റിക് ഗ്രൂപ്പ്, കോ എൻസൈം ആൻഡ് മെറ്റൽ അയോൺസ്. ബി നോക്കാം. നെയിം ദ എൻസൈം പ്രസൻറ്റ് ഇൻ വൈറ്റമിൻ നിയാസിൻ. NAD, നിക്കോട്ടിനാമൈഡ് അഡിനിൻ ഡൈന്യൂക്ലിയോട്ടൈഡ്. അതല്ലെങ്കിൽ NADP, നിക്കോട്ടിനാമൈഡ് അഡിനിൻ ഡൈന്യൂക്ലിയോട്ടൈഡ് ഫോസ്ഫേറ്റ്. ഇതിലേതെങ്കിലും ഒന്ന് എഴുതിയാൽ മതി. സി. ക്വസ്റ്റ്യൻ. വാട്ട് ഹാപ്പൻസ് വെൻ കോഫാക്ടർ ഈസ് റിമൂവ്ഡ് ഫ്രം എൻ എൻസൈം? റിമൂവൽ ഓഫ് ദ കോഫാക്ടർ ഫ്രം ദ എൻസൈം ലീഡ്സ് ടു ലോസ് ഓഫ് കാറ്റലറ്റിക് ആക്ടിവിറ്റി. കോഫാക്ടർ നീക്കം ചെയ്തു കഴിഞ്ഞാൽ എൻസൈമിൻ്റെ കാറ്റലറ്റിക് ആക്ടിവിറ്റി നഷ്ടപ്പെടുന്നു. Question number 22. Schematic plan of blood circulation of man is given below. മനുഷ്യരുടെ രക്തപര്യനത്തിൻ്റെ രൂപരേഖ ചുവടെ നൽകിയിരിക്കുന്നു. ഇവിടെ തന്നിരിക്കുന്ന രൂപരേഖ നന്നായി നോക്കി മനസ്സിലാക്കുക. Question A. Name 2 circulatory pathways. B. Explain its significance. C. Comment on hepatic portal system. A. 2 തരം രക്തപര്യന പാതകളുടെ പേരെഴുതുക. ബി. ഇതിൻ്റെ പ്രാധാന്യം വിശദീകരിക്കുക. ആൻസർ ഫോർ എ. നെയിം 2 സർക്കുലേറ്ററി പാത്വേസ്. സിസ്റ്റമിക് സർക്കുലേഷൻ ആൻഡ് പൾമണറി സർക്കുലേഷൻ. ആൻസർ ഫോർ ബി. എക്സ്പ്ലെയിൻ ഇറ്റ്സ് സിഗ്നിഫിക്കൻസ്. Systemic circulation provides nutrients, oxygen and other nutrients to the tissues and takes carbon dioxide and other harmful substances away for elimination. In pulmonary circulation, it helps in oxygenation and deoxygenation of blood at lungs. C. Comment on hepatic portal system. Hepatic portal system is vascular connection that exists between digestive tract and liver. ദഹനേന്ദ്രിയ വ്യവസ്ഥയും കരളും തമ്മിലുള്ള രക്തപര്യന വ്യവസ്ഥയാണ് ഹെപ്പാറ്റിക് പോർട്ടൽ സിസ്റ്റം. ആകെ 22 ചോദ്യങ്ങളാണ് ഈ ക്വസ്റ്റ്യൻ പേപ്പറിലുള്ളത്. ധാരാളം ഓപ്ഷൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാ കുട്ടികൾക്കും ഈസി ആയിട്ട് അറ്റൻഡ് ചെയ്യാവുന്ന ഒരു എളുപ്പത്തിലുള്ള ക്വസ്റ്റ്യൻ പേപ്പറാണിത്.
ഈ മോഡലിൽ തന്നെയായിരിക്കും ആനുവൽ എക്സാമിനേഷനും. So thank you for watching this video. If you like this video, subscribe and share Sunu's Bios channel. Thank you for watching.